നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. എല്ലാവരും ഒരേ ഏജ്. ആരിൽ നിന്ന് തുടങ്ങണം ഞാൻ ആലോചിക്കണം. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കും പ്രായം വെച്ച്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ? ഏറ്റവും കുറവ് ഏറ്റവും കുറയുന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അപ്പം ഞാനല്ലേ അല്ല, അതിനൊരു മത്സരം നടക്കട്ടെ. ഞാൻ പ്രായം പറയാനാർക്കില്ല. അപ്പൊ ഏറ്റവും കുറവെന്ന് പറയാൻ ആരാണെന്നുള്ളത് കൂട്ട് നമ്മൾ രണ്ടൊരു ഏകദേശം ഒരു വയസ്സ് വ്യത്യാസം. ഒരു വയസ്സ് വ്യത്യാസം. എങ്കിലും അവിടെ ഇരിക്കട്ടെ അല്ലെ? അല്ല, എങ്കിലും അവിടെ ഇരിക്കട്ടെ ആ മാർക്ക് അല്ലെ? ആ മാർക്ക് അവിടെ തന്നു. എന്തുണ്ട് വിശേഷമൊക്കെ? ലിറ്റിൽ മിസ് റാവുത്തറാണ് വിശേഷം. ഇത് തന്നെയാണ് അതെ, ഒക്ടോബർ 6 ഭയങ്കര സിനിമകൾ ചെയ്യുമ്പോഴും ചില പടങ്ങൾക്ക് നമ്മൾ ഭയങ്കര എന്താ പറയാ സ്പെഷ്യൽ ആണ്. ആ ക്യാരക്ടർ ഇപ്പോഴും നയന റാവുത്തർ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അത്രയും ഡീപ്പായിട്ട് സിങ്ക് ആയ ഒരു പടമാണ്, ഒരു ക്യാരക്ടറാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നത് ഈ പടം കഴിഞ്ഞിട്ടാണ്. അപ്പോ എന്താ പറയാ, നമ്മുടെ ഒരു കുഞ്ഞ് ഇങ്ങനെ വെയിറ്റിംഗ് എന്ന് പറയുന്നല്ലേ, ഒക്ടോബർ 6 ഞങ്ങൾ കുറെ നാളായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. ഫൈനലി ലോകം കാണാൻ പോകുന്നു. അതിന്റെ ഒരു ഫീലിംഗ് സ്പെഷ്യൽ. ഈ എന്റെ ജീവിതത്തിൽ പല മാറ്റവും സംഭവിച്ച ഈ സിനിമയാണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 4-5 ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, എല്ലാ സിനിമയ്ക്കും എടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൃത്യമായി പറയുന്ന ഈ ഒരു ഇന്റർവ്യൂ, അപ്പൊ ഇതിൽ എന്തോ ഉണ്ട്, മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? എന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഒരു സാധനം അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രതീക്ഷയോട് കൂടിയാണ് ഈ സിനിമയിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ, അതെന്താന്ന് വെച്ചാൽ എന്നെ ഇവര് അപ്രോച്ച് ചെയ്തപ്പോ പ്രൊഡക്ഷൻ ഇല്ല, മ്യൂസിക് ഒന്നും ഓൺ അല്ലായിരുന്നു. അങ്ങനെ ഒരു കഥ കേട്ട് പെട്ടെന്ന് ആ കഥ എന്തോ ചെയ്തു. എനിക്കത് 2-3 ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. ആ ഒരു വിങ്ങലുണ്ടായിരുന്നു. ആ ഒരു വേർപൂട്ടിലുണ്ടല്ലോ, ഈ സിനിമ ഇത് ഞാൻ ചെയ്യണം, ഇത് നടക്കണം, അതാണ് ഇത് ഞാൻ ചെയ്യണം. അതിലുപരി ഇത് ഈ ഒരു കഥ പറയപ്പെടണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം. എന്നിട്ട് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് എനിക്കത്ര ഡീപ്പായിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്ന ഒരു പ്രൊഡ്യൂസറിനെ ഞാൻ ഇവരായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ആ പ്രൊഡ്യൂസറിന് ഇഷ്ടമായി. എന്നാലും അത് 100% ആയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗോവിന്ദേട്ടനെ ഞാൻ വിളിക്കുന്നു. അപ്പൊ ഞാനത് എല്ലാ പടത്തിനും അങ്ങനെ ചെയ്യാറില്ല. ചില നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു, അങ്ങനെ നമ്മൾ ഒരു ടീം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പടത്തിൽ എന്തോ ആ ക്യാരക്ടർ ആയിരിക്കണം. ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് പണ്ടില്ലാത്തത് ഇത് അഭിനയിച്ചു കഴിഞ്ഞിപ്പോ ഞാൻ അങ്ങനെ ആയി എന്നുള്ളൊരു ഫീലിംഗ്. അത് ഇവർക്കും അത് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ എന്നെ മീറ്റ് ചെയ്തപ്പോ ഇതാണ് ക്യാരക്ടർ എന്ന് പറയുന്നു. നമ്മളൊരു 1 year ട്രാവൽ ചെയ്യുന്നു, പടം ചെയ്തു. പക്ഷെ ഇപ്പൊ നേനയിലുണ്ടായിരുന്ന പല കാര്യങ്ങള് ഞാനായി മാറി. അത് ഓർഗാനിക്കലി നടന്നതാണ്, അല്ലാതെ ഞാൻ എന്നെ തന്നെ പണിഷ് ചെയ്തൊന്നല്ല. പക്ഷെ എവിടെയോ എനിക്ക് ആ ക്യാരക്ടറിന്റെ സൈക്കി അത്ര ഹിറ്റായതാണോ, അതൊരു ഇമോഷണൽ ലെവലിലുള്ളൊരു ബോണ്ടാണോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പം ഒരു സ്പിരിച്വലി ഓൾസോ ഐ ഹവ് ട്രാവൽഡ്. പിന്നെ ഈ പ്രോജക്റ്റിൽ ഞാൻ മീറ്റ് ചെയ്ത കുറെ ജെംസ് ഉണ്ട്. അത് എന്റെ 2 സൈഡിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, വിഷ്ണു, സംഗീത് എഡിറ്റർ, ലൂക്ക്, അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നമ്മുടെ ഒരു ഷെയർഡ് ഡ്രീം, ആ ഒരു എന്താ പറയാ കണക്ട് ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോ ഇറ്റ്സ് എക്സ്ട്രീംലി സ്പെഷ്യൽ. അതാണ് ഞാൻ പറയുമ്പോഴും കുറച്ച് ഇമോഷണൽ ആവും. അല്ല, എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമ്പോ ആദ്യം ഇപ്പൊ പറഞ്ഞു വെച്ചിരുന്ന പ്രൊഡക്ഷൻ ഇല്ല, ഒന്നുമില്ലാതെ ഈ കഥ കേൾക്കുന്നു. ആ കഥയോട് അത്രയും ആത്മാർത്ഥയാവുന്നു, ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തുന്നു, അതും ഈ ചുരുങ്ങിയ പ്രായത്തിൽ ഒരു പ്രൊഡ്യൂസർ. അപ്പൊ ആ സിനിമ എന്താണ്, ആ ക്യാരക്ടർ എന്നിൽ നിന്ന് പോകുമോ എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നല്ലോ അല്ലെ? അല്ലെങ്കിൽ ഇത്രയും വിഷമം ആകില്ല കേട്ടോ. അതും പിന്നെ ശേഷയുടെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ വിഷ്ണുവിന്റെ സ്ട്രഗിൾസ്, അവര് അവിടെ ഇവിടെയും തേരാപ്പാര നടന്ന് ഈ പടം ഒരു ബിഗ് സ്റ്റാർ ഒന്നും ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ, പിന്നെ കോവിഡിന്റെ സമയം. അപ്പൊ ഇതൊക്കെ ആൻഡ് ഇപ്പൊ ശേഷയുടെ ജേർണി പറയും പുള്ളിയുടെ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി. അതൊക്കെ കാണുമ്പോ എനിക്കൊരു പ്രിവിലേജ്ഡ് ലൈഫ് ആയതുകൊണ്ടാണോ അതോ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹിറ്റ് ചെയ്തു എവിടെയോ. ഈ സിനിമ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചൊരു അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല. വി ഷുഡ് പ്രൂവ് ഇറ്റ് റോങ്. കണ്ടന്റ് ഉണ്ട് നമ്മുടെ കയ്യില്, ടാലന്റ് ഉണ്ട്. ഈ
എല്ലാവരും ന്യൂ ആണ്. ഇപ്പൊ ഞാൻ മാത്രം 3 പടങ്ങൾ, മലയാളത്തിലെ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോവിന്ദ് വസന്ത. അതല്ലാതെ നിങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാവരും ഫസ്റ്റ് ടൈമേഴ്സാ. പക്ഷെ അവരുടെ ഉള്ളിൽ ആ കഴിവുണ്ട്, പക്ഷെ പ്ലാറ്റ്ഫോം ഇല്ല. സോ വൈ ഡോണ്ട് വി ഡു ദാറ്റ്? അതുകൊണ്ട് തന്നെ ഈസി അല്ലായിരുന്നു, ഒട്ടും ഈസി അല്ല. ഇപ്പോഴും ഞങ്ങള് ആ ഒരു സ്റ്റാൻഡിന് വർക്ക് ചെയ്യുവാണ് സത്യം പറഞ്ഞ. ഇപ്പോഴും അത് തന്നെയാണ്. പൂർണ്ണമായിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ, ഏത് സമയത്തും. ഈ സിനിമയ്ക്ക് ഫുൾ സപ്പോർട്ടുമായിട്ടുണ്ടാവും. ഇങ്ങനത്തെ സിനിമകളാണ് വിജയിക്കേണ്ടത്. ഒരു സ്റ്റാർ വാല്യൂ, എല്ലാ സിനിമയും വിജയിക്കണം. ഇങ്ങനത്തെ ഇത്രയും കഷ്ടപ്പെട്ട് വരുമ്പോൾ അവരുടെ ഉള്ളിൽ അവർ പറയുന്ന ഒരു നോവുണ്ടല്ലോ, അത് പ്രേക്ഷകർ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും, എന്തുണ്ടെങ്കിലും വിളിച്ചോ. ഞാനല്ലോ 3-4 ഇൻ്റർവ്യൂ ഞാൻ ഇവിടെ ഒന്ന് ഭക്ഷണം പോലും കഴിക്കാൻ വെയിറ്റ് ചെയ്യണം, എനിക്കിത് എടുക്കണം. ഞാൻ പോലും ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് ഞാൻ കേട്ടിരുന്നില്ല. ഇന്നലെ എന്നോട് ഇന്റർവ്യൂ പറയുമ്പോൾ തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അപ്പൊ ഇത്രമാത്രം യാത്രയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെത്തിക്കാൻ വേണ്ടി. അത് വിജയം കാണുന്നേ, പ്രതീക്ഷിക്കാം. ഇനി പ്രേക്ഷകരല്ലേ വിധി എഴുതണ്ടേ അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ ഗൗരിയെ കണ്ടിട്ടില്ല കേട്ടോ ഇന്നുവരെ. ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നു കുറെ കുസൃതിയൊക്കെ പറഞ്ഞ് പോകുന്ന ഗൗരിയെ ഞാൻ ഇന്ന് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സിന്റെ ഉള്ളിലും ഒരു വേദന എനിക്ക് തോന്നി. അതുകൊണ്ടല്ലാണ്ട് ഞാൻ കൂടെ നിൽക്കാന്ന് പറയും. സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ ഉണ്ടാവും, അതിന് മാറ്റമൊന്നുമില്ല. വലിയൊരു കഥയല്ല പറഞ്ഞ, ഇത്തിരി സ്വപ്നങ്ങളല്ലേ ഈ സിനിമ. ഇത് നടന്നില്ലായിരുന്നെങ്കിലോ എന്ന് വരെ ചിന്തിച്ചു അല്ലേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ? എനിക്ക് പല ദിവസങ്ങളും ഇപ്പൊ നമ്മൾക്ക് ഒരു എഫേർട്ട് ഇടുന്നതെന്ന് വെച്ചാൽ പല ദിവസവും നമുക്ക് റിജക്ഷൻ പല സ്ഥലങ്ങളിലും കിട്ടും. വീണ്ടും എണീക്കും ഇത് ഫൈറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു യാത്രയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ഈ സിനിമയുടെ കുറെ അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഇതിന്റെ സെയിൽസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും എല്ലാത്തിനും ഇതേപോലെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ നമ്മുടെ ബഡ്ജറ്റ് ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരു മറ്റേ വലിയ ബിഗ് സ്ക്രീനിൽ ഓഡിയൻസ് കാശ് കൊടുത്ത് കയറുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തണം. സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിലും അവര് ആ 2.5 മണിക്കൂർ എൻജോയ് ചെയ്തേ പറ്റൂ എന്നുള്ള പ്രഷറുണ്ട്. ആ പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത്. അതിൽ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പരസ്പരം നല്ല ഇടിയും വഴക്കും ഉണ്ടായിട്ടുണ്ട്. കണ്ടന്റ് അത്രയും പുഷ് ചെയ്യാൻ. പക്ഷെ സൗഹൃദം നിലനിൽക്കെ തന്നെ അത്രയും നമ്മൾ പുഷ് ചെയ്ത് നമ്മളെല്ലാരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. നമ്മളൊരു സിനിമ കണ്ടിട്ട് അത് ലാഗാണ് മറ്റേ ഇങ്ങനെ നമ്മളെല്ലാം അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സിനിമ ഉണ്ടാക്കുമ്പോൾ നമ്മളും ഈ സിനിമ അത്രയും പെർഫെക്റ്റ് ആക്കണമെന്ന് ഇപ്പോഴും ഈ നിമിഷവും ഞാൻ ആലോചിക്കുന്ന മിക്സിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് ആലോചിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഫുൾ 300% കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര നാളായി ഇതിന്റെ പിന്നിൽ ഒരു യാത്ര? ഈ സിനിമയുടെ പിന്നിൽ എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ 3-4 വർഷമായി കാണും. അതല്ലേ? അത് ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. ഞാൻ IIM MBA കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്തോണ്ടിരുന്ന സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. നല്ല ശമ്പളത്തില് ഫ്ലിപ്കാർട്ടിലും ഓരോ വലിയൊക്കെ സമാധാന ജീവിതം നയിച്ചോണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷെ 10-15 വർഷം മുമ്പ് തന്നെ നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, ഫിലിം എന്നുള്ള ആഗ്രഹമുണ്ട്, പാഷനുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയായതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ റിസ്ക് എടുത്ത് എല്ലാം ട്രാക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ തോന്നി. വണ്ടി അവിടെ നിർത്തിയിട്ട് അടുത്ത 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അറിയാവുന്ന വഴികളിലൂടെ ആൾക്കാരെ പരിചയപ്പെടുകയും അസിസ്റ്റന്റ് ആവുകയും മിന്നൽ മുരളിയിൽ കുറച്ച് നാളെ ഞാൻ അസിസ്റ്റ് ചെയ്തായിരുന്നു. ശ്രീനാഥേട്ടന്റെ കൂടെ, രാജീവന്റെ കൂടെ, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ ആ സമയത്ത് ഞാൻ ഇവിടുത്തെ എഴുത്തുകാരികളുടെ എഴുത്ത് കേൾക്കുമ്പോഴാണെങ്കിൽ മനസ്സിലാവുന്ന പോകും. അപ്പൊ നമുക്കും എഴുതാൻ പറ്റും എന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ എഴുതിക്കളയാം. അങ്ങനെ ഞാനും എഴുതാൻ ശ്രമിക്കുന്നു. അങ്ങനെ എഴുതി ചില ഐഡിയകൾ നമ്മളെ ഭ്രാന്താകും, നമുക്ക് ഉറക്കം കെടുത്തുന്നു. അപ്പൊ എന്നെക്കാട്ടിലും വലുതാണ് ആ സിനിമയെന്ന് എനിക്ക് തോന്നി തുടങ്ങി എഴുതിയ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് കഥ പറയുമ്പോഴും അവർക്ക് ഭയങ്കര വർക്കാവുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ സിനിമയിൽ ഒരു സിനിമയുണ്ട്, ശക്തമായ ഒരു പടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കൺവിക്ഷനാണ് ഞാൻ പിന്നെ നമ്മൾ പോയി ആൾക്കാരുടെ അടുത്ത് പിച്ച് ചെയ്യുന്നത്. ഗൗരിയുടെ അടുത്ത് പറയുമ്പോഴും ഇപ്പൊ ഗൗരിക്ക് എനിക്കൊന്ന് കഥ പറഞ്ഞ നറേഷൻ കഴിഞ്ഞ് വിത്തിൻ 5 മിനിറ്റ്സ് തന്നെ ഗൗരി ഇത് ഞാൻ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അങ്ങ് പറയണം. അങ്ങനെ തന്നെയായിരുന്നു എനിക്കൊന്ന് ഗോവിന്ദേട്ടന്. നറേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി പുള്ളി പറഞ്ഞു, ഇതിൽ നിങ്ങൾ 2 ക്യാരക്ടേഴ്സ് അല്ല 3 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാനും ഉണ്ട്, എന്റെ മ്യൂസിക്കും. ഇങ്ങനെയായിരുന്നു പുള്ളി പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അത്രയും ഈ സ്റ്റോറിയുടെ സ്പിരിറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെങ്കിലും ഇപ്പൊ പോയി പടം കണ്ടാലും ഷോർട്ട് പടം വർക്കാവും എന്നുള്ള ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആള് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ സിനിമകളെല്ലാം വിജയിക്കുന്ന അങ്ങനെ താരങ്ങൾ നോക്കിയൊന്നുമല്ല സിനിമയ്ക്ക് കയറുന്നത്. സിനിമ കണ്ട് ആ സിനിമ ഒന്ന് ഓടാനുള്ള ഒരു സമയം ഈ റിവ്യൂ ചെയ്യുന്നവർ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതാണ്
അതിനുള്ള സമയം ഈ റിവ്യൂ ചെയ്യുന്നവരൊന്ന് കൊടുത്താൽ ഉറപ്പായിട്ടും സിനിമ പോകും. പിന്നെ ഒരു മാസത്തിന് മുമ്പ് OTT വരുന്നു, അവർ ഓടിച്ച് കാണുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ആ ഒരു കൾച്ചറൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ആൾക്കാരിപ്പോ സിനിമയുടെ ഓരോന്ന് കാണുമ്പോൾ തന്നെ ഇത് OTT പോയി കാണാം എന്നുള്ള വിധിയെഴുത്തുകളൊക്കെയാണ് പ്രശ്നം. OTT പോയി ഓടിച്ചു കാണാം. എന്നാൽ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കണ്ട് നന്നായിട്ട് ഉണ്ടാക്കുന്നതും. അത് ഇന്ത്യയിലെ ഫിലിം കമ്പനിയാണൊക്കെ എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ മലയാളം ഫിലിംസിനെ പറ്റി ഇത്രയും പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കണ്ടന്റ്സ് നമ്മളല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇതെന്തായാലും നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകളിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ കാണുന്ന ട്രെയിലർ കണ്ടിരുന്നു, പോസ്റ്റർ കാണുന്നു, ഇതിലൊക്കെ എന്തൊക്കെ ഒളിച്ച് ഇരിക്കുന്ന കുറേ ഇമോഷൻ സീനുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ഗൗരിയുടെ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. താങ്കളുടെ ഒരു യാത്ര എനിക്ക് പിടികിട്ടി. ഇനി ഇവിടേക്ക് എത്തുമ്പോൾ എനിക്ക് ഇത് കംപ്ലീറ്റ്ലി ഹിസ് ജേണി. ശേഷം ഞങ്ങൾ പരിചയപ്പെടുന്ന ഹൃദയം സെറ്റിൽ വെച്ചായിരുന്നു. അപ്പം ആക്ച്വലി അതിന്റെ ബ്രേക്ക് വന്ന സമയത്ത് ഞങ്ങളൊരു നൈറ്റ് സ്പെൻഡ് ചെയ്തായിരുന്നു ഒരു സ്ഥലത്ത് വെച്ച്. ഇരിക്കുമ്പോൾ ഇവൻ പറഞ്ഞു ഇതുപോലൊരു റൈറ്റ് ചെയ്തോണ്ടിരിക്കുക, ഞാൻ നിനക്ക് അയച്ചു തരാം. അപ്പം ഐ ഡോണ്ട് നോ ഞാൻ കാസ്റ്റ് ആവോ ഇല്ലയോ എന്നല്ല. സോ ആഫ്റ്റർ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഇവനെ വിളിച്ചു പറയുന്നത് വെച്ചാൽ എനിക്ക് ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഇത് വായിച്ച് തീരുമ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ എന്തോ എവിടെ ഒരു ഹോണ്ട് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഇപ്പം അതിൽ ഗൗരിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഷെയർഷയുടെ ആണെങ്കിലും ദർ ഇമോഷണൽ കണക്ഷൻ. അപ്പം ഇതിൽ ഞാൻ വന്നത് ഒരിക്കലും ഫ്രണ്ട് ആകേണ്ടൊന്നുമല്ല. സോ നമുക്ക് എത്ര ഓഡിഷൻ ഉണ്ടായിരുന്നു, എത്ര പേരായിട്ട്. സോ ഞാൻ കഥ കേട്ടു, എനിക്ക് എന്നെ വിളിക്കുമെന്നും അറിയില്ല. സോ ഓഡിഷൻ ത്രൂ കുറെ പ്രോസസ് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് മോർ ദാൻ 5-10 കുറെ തവണ പോയി ചെയ്തിട്ട്. അപ്പം എനിക്ക് മോർ ദാൻ എൻ്റെ ജേർണിക്കാളിലും എനിക്ക് ഷെയർഷയുടെ ജേർണി ആയിരുന്നു. ഇതിൽ 3 years ആയിട്ട് ഇതിന്റെ പുറകിൽ കോവിഡ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ പാഠങ്ങളൊക്കെ പോലും വന്നിട്ട് പുള്ളി ചെയ്യാണ്ട് ഇതിൽ വേണ്ടി തന്നെ, ഇത് ഇറങ്ങാൻ വേണ്ടി തന്നെ. സോ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ്. ആൻഡ് ഗൗരി എനിക്ക് ഇതിൽ ഭയങ്കര വർക്കായി. ക്യാരക്ടറല്ല, എനിക്കിത് ഭയങ്കര ഇമോഷണലി എനിക്ക് ഗൗരിയായിട്ടും കണക്ട് ആയപ്പം എന്താ പറയാ, എനിക്ക് ഇതിൽ പറയാൻ വാക്കില്ല. ഇത് എല്ലാവരുടെയും പാഠമാണ്, ഞങ്ങളുടെ എല്ലാവരും. ഞങ്ങളൊരു വർക്ക്ഷോപ്പും ചെയ്തായിരുന്നു ഒരുമിച്ച് ഇതിനു വേണ്ടി. സോ ആ ജേർണിയിൽ ഇപ്പൊ 2 വർക്ക്ഷോപ്സ് ചെയ്തു. ഞങ്ങള് 3 പേരും സംഗീതം അജിത്ത് എന്ന് പറഞ്ഞ. നമുക്ക് ഇതിനകത്ത് നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും തമ്മിൽ. കാരണം പുതിയ ആൾക്കാർ വന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം പുതിയ ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു കുറവുകളുണ്ട്. ആ കുറവുകൾ ഒട്ടും തോന്നിപ്പിക്കണമെന്ന് നമുക്ക് ഒരു ആശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും പണി ഷൂട്ടിന് മുമ്പേ ഞങ്ങൾ എടുത്തു, വർക്ക്ഷോപ്പൊക്കെ നടത്തി എല്ലാം നടത്തി പക്കാക്കിയിട്ടാണ് നേരെ. അതെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ മറന്നു അവിടെ. ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലോ 96 അങ്ങനത്തെ ഒരു. പക്ഷെ അവിടെ വരുമ്പോ എല്ലാരും വൾണറബിൾ, എല്ലാരും അവരുടെ ഏറ്റവും വീക്ക് സൈഡും കാണിക്കാൻ പറ്റിയ ഒരു സ്പേസ്. അത് ഭയങ്കര നമുക്ക് തമ്മിൽ എല്ലാവരും സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാൻ ഒരു ട്രസ്റ്റ് വേണം. സേഫ് സ്പേസ്. ആ സേഫ് സ്പേസ് നമ്മൾ മാക്സിമം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തന്നെ എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഷൂട്ടിൽ പോലും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര മൊമെന്റ്ഫുൾ തോന്നിയ സിറാജ് ഏട്ടൻ എന്ന് പറഞ്ഞ ആർട്ടിലെ ഒരു അസിസ്റ്റന്റ് ആണ്. സാധാരണ ആർട്ടിലെ ചേട്ടന്മാർ അവിടെ സാധനം എടുത്ത് വെക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അതായത് മഴയെന്ന് പറഞ്ഞാൽ ഇത് ഒക്ടോബർ നവംബറിൽ 20-30 ദിവസം മഴയാണ്, ഒരു രക്ഷയില്ല. നമ്മള് ഷൂട്ട് എങ്ങനെ പിടിച്ചിട്ടും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ, പൈസയില്ല. അപ്പൊ ലാസ്റ്റ് ദിവസം ഷോട്ട് എടുക്കാൻ 3-4 പരിപാടിയും ബാക്കിയിരിക്കുന്നു, എല്ലാവരും തകർന്ന് തരിപ്പണം. അപ്പൊ സിറാജ് ഏട്ടൻ വന്നിട്ട് പറയാം, മോനെ എടാ നമുക്ക് അവിടെ മറ്റേ സാധനം സീറ്റ് ചെയ്തു, പുള്ളിക്ക് കഥയൊക്കെ അറിയാം. അപ്പൊ മറ്റേ സീറ്റ് ചെയ്ത് നമ്മൾ അപ്പൊ ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്തത്. അതെങ്ങനെ കൊളാബറേറ്റീവ് പ്രോസസ് ഇത് വർക്ക് ചെയ്ത് അത് അതിന്റെ രസം ഉണ്ടാവും. അപ്പൊ ഈ കഥകള് അവിടെ ഈ പറഞ്ഞ ആർട്ട് ഡയറക്ടറിന് വരെ കഥകൾ അറിയാം. അത്രയും ഒരു യാത്രയായിരുന്നു നിങ്ങള്, ഒരു കുടുംബം പോലെയുള്ള യാത്രയാണ്ടാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞാൽ അത് നമുക്ക് ജീറ്റ് ചെയ്യാന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്നത് ആർട്ട് ഡയറക്ടർ പോലും അല്ല, ആർട്ട് ഡയറക്ടർ അസിസ്റ്റന്റ് ഞാൻ പറയുന്നത്. പുള്ളിക്ക് വരെ അറിയാം, പുള്ളിക്ക് വരെ കഥ അറിയാം. അപ്പൊ എത്ര നാളത്തെ യാത്രയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി കഷ്ടപ്പാടിലൂടെ വന്ന സിനിമ തന്നെയാണ്, അതിന്റെ മാറ്റം ഒന്നുമില്ല. എനിക്കിപ്പം മഴയുടെ കാര്യം നമുക്ക് മഴ പെയ്തിട്ട് പൈസ കളയേണ്ട വന്നില്ല, നല്ല ഒറിജിനൽ മഴ കിട്ടിയെന്ന് തോന്നുന്നു. CG ചെയ്യേണ്ടായിരുന്നു, ഇഷ്ടംപോലെ മഴ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ പെട്ടെന്ന് അതിലേക്ക് ഞാൻ പോയി. അല്ല കൊടയൊക്കെ ചൂട് വരുന്നുണ്ട്, ഒറിജിനൽ മഴ തന്നെ ആയി. ചിലവർക്ക് ഭാഗ്യം ഇങ്ങനെ കിട്ടാറുണ്ട്. അല്ലല്ലോ ഉണ്ട്, ഒറിജിനൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡോർ ഷൂട്ട് പോസ്റ്റർ വേണ്ടി ചെയ്താലേ, മഴ ഇട്ട് അങ്ങനെ ചെയ്താലേ. സീനുകളിലുണ്ട് മഴയൊക്കെ, സീനുകളില്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു സാഡ് അങ്ങനത്തെ ഒരു സ്റ്റോറി അല്ല, ഇതിനകത്ത് കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് ഉണ്ട്. അല്ല നമുക്ക് എല്ലാം ഉൾക്കൊള്ളുന്ന സാധനമാണ്. ഞങ്ങളുടെ ഇമോഷണൽ നമ്മളിപ്പോ പറഞ്ഞത് നമുക്കുണ്ടായ ഇമോഷൻ, നമുക്കുണ്ടായ ഫീലാണ് പറയുന്നത്. സിനിമ അതല്ല. സിനിമയില് എല്ലാവർക്കും കാണുന്നെങ്കിൽ എല്ലാ എലമെന്റ്സും കൂട്ടി
ഇണക്കി കൊണ്ടുവന്ന സിനിമ സിനിമ. ഭയങ്കര ക്വർക്കിയാ, അത് എന്താ പറയാ, വാക്കിയാ ഭയങ്കര. അതിന്റെ കുറെ അപ്രോച്ചസ്, അതായത് ഓഡിയൻസ് ഇങ്ങനെ എടുത്താ ഇതിപ്പോ അങ്ങനെ പോകും എന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കും, നേരെ ഉൾട്ട വേറെ വേറെയിലേക്ക് പോകും. ജംഗ്ഷനിലോട്ടാ പോകാൻ. അങ്ങനെ യാത്ര ചെയ്യിപ്പിക്കുന്നു. ഓഡിയൻസ് പിടിച്ചിരുത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. തീരുമാനിക്കുന്ന എല്ലാ ഓഡിയൻസ് ആണ്, പ്രേക്ഷകർക്ക് മാത്രമേ നമുക്ക് വിധി എഴുതാൻ ഒരു പറ്റൂ. നേരെ കസേരയുന്ന റോളർ കോസ്റ്റർ അങ്ങ് തുടങ്ങി ഓഡിയൻസിനെ കൊണ്ടെത്തിക്കും ഈ സ്ഥലത്ത്. അങ്ങനെ എത്തിക്കും. ഒരു കഥാപാത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലെ കഥാപാത്രം എന്തായിട്ടാണ്? നൈന റാവുത്തർ, ഒരു MBA ഗ്രാജുവേറ്റ്, വളരെ സോർട്ടഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ്, പ്രാക്ടിക്കൽ, കുറച്ച് OCD ഉള്ളൊരു, ഭയങ്കര എന്താ പറയാ, ആംബിഷ്യസ് കുട്ടിയാ. അങ്ങനത്തെ ഒരു ആള് അഭിജിത്ത് ചന്ദ്രദാസ് എന്ന് പറയുന്ന ടോട്ടൽ ഓപ്പോസിറ്റ് ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നു. അവൾ അറിയാതെ ഒരു ഇഷ്ടം തോന്നുന്നു. ഇവര് തമ്മില് മറ്റേ പോളാർ ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറയുന്ന പോലെ എങ്ങും എത്തുന്നില്ല, പക്ഷെ എന്തോ ആ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ആവുന്ന ഒരു ഇതാണ്. അഭിജിത്ത് എന്ന് പറയുമ്പോൾ ക്ലംസി, ലേഡ് ബാക്ക്, അലമ്പ് ഇൻ ദ സെൻസ് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. ഇവര് തമ്മിൽ എന്താണ്? ഫിസിക്കലി സെറ്റ് അല്ല, ഒന്നും സെറ്റ് അല്ല, പിന്നെ ഇവര് തമ്മിൽ എന്താണ്? ഹൈറ്റ് കൊണ്ടല്ല, അതെ, ഹൈറ്റും ഇല്ല, ഇമോഷണലി സെയിം അല്ല, പക്ഷെ എന്തോ ഉണ്ട്. അതെന്താണ്? ഹൈറ്റ് കൊണ്ട് എന്ന് പറയാൻ ട്രെയിലറിൽ കണ്ട സാധനമായിട്ട് ഞാൻ പറഞ്ഞു. ഇനി ഞാനത് പറഞ്ഞു, ഇനി ബോഡി ഷെയിം അല്ല കേട്ടോ, ട്രെയിലറിലുള്ള സാധനം ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു USP തന്നെ അതാണ്, ഹൈറ്റ് ഡിഫറൻസ്. അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ കണ്ടോടെ പറഞ്ഞു. അത് ട്രെയിലറിൽ ചോദിക്കുന്നുണ്ട്. നമ്മള് തമ്മിൽ ഒട്ടും മാച്ച് അല്ല, ജസ്റ്റ് ലുക്ക് അറ്റ് അസ്, ആ ഒരു ഇത് പറയുന്നുണ്ട്. എന്നാൽ ഈ സിനിമ കഴിയുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മൾ രണ്ടുപേരും വർക്കായിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് അത് വെച്ചിട്ടുണ്ട്. അതാണ് സൊസൈറ്റിയിൽ നമ്മള് പല കാര്യങ്ങള് ഹൈറ്റ് ഒരു മാച്ച് അല്ല, ഒരു എന്താണ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നും ഒരു പോയിന്റ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു ഇറ്റ്സ് മാറ്റേഴ്സ് ഓഫ് ദ ഹാർട്ട്. ചിലപ്പം രണ്ടാൾക്കാർ ദേ ആർ മെന്റ് ഫോർ ഈച്ച് അതർ. അത് ആരെയും ബോധിപ്പിക്കാനോ ആർക്കും മനസ്സിലാവത്തില്ലായിരിക്കും അവരുടെ പ്രണയം, പക്ഷെ അവർക്കുണ്ടത്. ആൻഡ് ദാറ്റ്സ് ദ റിയാലിറ്റി. പക്ഷെ ഇപ്പൊ കല്യാണം എന്താണ്, പെണ്ണ് കാണുമ്പോ ഇവരെന്താണ്, അവൻ ഒന്നും ജോലി ആയിട്ടില്ല, നിങ്ങൾ മതം വേറെയാണ്, പല കാര്യങ്ങളും വരും. പക്ഷെ ആരാണ് നമ്മള് സന്തോഷമായിട്ടിരിക്കുന്ന ആരുടെ കൂടെയാണ്, അത്രേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പറയാൻ ട്രൈ ചെയ്തിരിക്കുന്നത് ഈ കഥയിൽ, അല്ലെ? ഡിഫറൻസസ് ആർ നോട്ട്, എന്താ പറയാ, റെസ്ട്രിക്റ്റീവ്. അല്ല, അത്തരം കഥകൾ ഒക്കെ വന്നു പോയ ചരിത്രമുണ്ട്. ഇനി അത്തരം കഥകൾ ഇപ്പോൾ സിനിമയ്ക്ക് ഇല്ലാത്ത കാലഘട്ടം കൂടിയാണ് ഇപ്പോഴും. ഒരു സിനിമയ്ക്ക് ഇപ്പൊ പ്രണയമുണ്ട് എന്ന് പ്രണയം കാണിച്ച ഒരു സിനിമ പോകാറുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തത എന്തൊക്കെ നമുക്ക് ആക്കാൻ കഴിയുന്നു, അവിടെയാണ് നമ്മുടെ വിജയം. അത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവും ഒരു ഡയറക്ടറിന്റെ കഴിവും പിന്നെ അതിനകത്ത് അഭിനയിക്കുന്നവരുടെ കഴിവാണ്. അത് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ ഡയറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഡയറക്ഷൻ ഒരു കഴിവുണ്ടാവുമല്ലോ. അപ്പൊ അത് ഏത് രീതിക്ക് മാറ്റിയെടുക്കാമെന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്, അല്ലെ? അതെ. ഇത് പിന്നെ ഗോവിന്ദ് വസന്ത, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ 96-ല്, പുള്ളി ഇതിനകത്ത് 10 പാട്ടുകൾ കിട്ടുന്നുണ്ട്. 10 പാട്ടുകൾ, 10 പാട്ടുണ്ട്. എനിക്ക് ഹൃദയമൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര മ്യൂസിക്കിൽ വരുന്ന പടം ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും. അതിന് അങ്ങനെ ഒരു വലിയ ഇതല്ല, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മ്യൂസിക്കൽ മൂവി വരുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പുള്ളിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള പാട്ടുകളാണ്. അപ്പൊ പുള്ളിയുടെ വൈഫ് തന്നെ ഞങ്ങളുടെ പറയും, എടാ ഇതെന്റെ ഫേവറേറ്റ് പാട്ടുകളാണ് ഈ പടത്തിനകത്ത്, അത്രയും ഞങ്ങളും സോള് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ടെക്നീഷ്യനൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈപ്പിൽ തന്നെ വെച്ചിരിക്കുന്നു. ടെക്നീഷ്യന് ഞാൻ അവരെ വെക്കുന്ന ഹൈപ്പിനെക്കാട്ടില്ലേ അവർക്ക് ആ സിനിമ അത്രയും സ്വന്തം ആവണം, എന്നാലേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ. അത് അവരുടെ വലുപ്പ ചെറുപ്പം ഇല്ലാണ്ട് ചെയ്യുന്ന എന്തൊരു പ്രവർത്തനമാണെങ്കിൽ ആ സിനിമയിലേക്ക് അത്രയും അവർക്ക് ആത്മാർത്ഥോടെ ചെയ്താലേ അത് വർക്കാവത്തുള്ളൂ. അവരെ കൂടെ നിർത്തണം, അവര് നമ്മളെയും കൂടെ നിർത്തണം. ചിലപ്പോ നമ്മൾ എല്ലാം ഉണ്ടാവും, പക്ഷെ at the end of the day it is for the movie. ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തെ കുറിച്ച് ഗൗരി പറഞ്ഞിരുന്നു. അത്തരമൊരു കഥാപാത്രം ചെയ്യുമ്പോൾ, ഇപ്പം നമുക്കൊക്കെ കോളേജ് ജീവിതം ഒക്കെ ഉണ്ടായി, ഇത്തരം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് ചിന്താഗതി വന്നു? നമ്മുടെ ലൈഫ് നമ്മളിത് മുന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രണയങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വന്നു? പൊതുവെ ഞാൻ പ്രണയിക്കാറില്ല. അല്ലല്ല, ഉറപ്പായിട്ടും പ്രണയം ഞാൻ പൊതുവെ ഒന്ന് ആലോചിച്ചത്, അപ്പൊ ഞാൻ പ്രണയിക്കാറില്ല എന്ന് പറയണോ ചോദിച്ചാൽ ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ആലോചിച്ചു. പ്രണയത്തിന് പിന്നെ ഉറപ്പായിട്ടുണ്ട്. എപ്പോഴും എനിക്കൊന്ന 4-5 വയസ്സ് തൊട്ട് എനിക്ക് തോന്നുന്ന പ്രണയങ്ങള് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും ഫോർ ഷുവർ. അങ്ങനെയാണ് പോകുന്നത്. ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഈ ലാസ്റ്റ് 5 years ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയപ്പോ നമുക്ക് ചുറ്റുവട്ടത്ത് കണ്ട ആൾക്കാര്, ഞാൻ ഇഷ്ടംപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടു സിനിമയിൽ, ഇഷ്ടംപോലെ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പഠിപ്പിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ സ്ട്രഗിൾ ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ മറ്റേ സ്കൂളും കോളേജും അടക്കം നല്ല മാർക്കോട് കൂടി മറ്റേ കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിച്ച് സേഫ് ജോബിലൊക്കെ പോയ ഒരാളാണ്. ലാസ്റ്റ് ഫേസിലാണ് ഞാൻ ശരിക്കും സ്ട്രഗിള് വേറൊരു രീതിയിൽ കണ്ടത്. കാരണം എനിക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രിയിൽ അറിയാത്ത രീതിയിൽ നമ്മള് ആൾക്കാരും ഒരു ലൈഫ് സ്റ്റൈലുമാണ്, വലിയ അച്ചടക്കം ഇല്ലാത്ത രീതികളാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പൊ ഒന്നും ഇതിനകത്ത് ഇപ്പൊ ഞാനൊരു ഡിഗ്രി എടുക്കുന്നൊന്നും അല്ല സിനിമയില്. അതിന്റെ സിനിമ ഹിറ്റാണോ, സിനിമ വർക്കാണോ. അപ്പോ അതിന് എനിക്ക് ഒന്ന് ചുറ്റുവട്ടത്തും കണ്ട ആൾക്കാരിൽ നിന്നൊക്കെ കുറെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, ഇത് എഴുതുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ. അതായത് നമ്മുടെ ഒരു കഥാപാത്രം ഇപ്പൊ ഇതിൽ നമ്മുടെ കഥാപാത്രം എഴുതുന്നുണ്ടല്ലോ, നമ്മുടെ കഥാപാത്രം ഇതിനകത്തുണ്ട്, നമ്മൾ തന്നെ എഴുതുമ്പോൾ നമ്മുടെ കഥാപാത്രം ഉണ്ട്. അത് കൃത്യമായിട്ട് എഴുതുമ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ എഴുതാൻ കഴിയുന്നുണ്ടോ? ആദ്യം എഴുതുമ്പോ ഞാനിത് എന്നെ പ്ലേസ് ചെയ്തല്ല ഞാൻ എഴുതിയത്. എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാനാണെന്ന്. പക്ഷെ ഞാൻ അത് മാറ്റി വെച്ചിട്ട് ആ കഥയ്ക്ക് ജസ്റ്റിസ് ചെയ്യണം. കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ആ രണ്ട് കഥാപാത്രങ്ങൾ AB, നൈനയും അവരെങ്ങനെ പെരുമാറണമെന്ന് ആലോചിച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് എനിക്കിത് ആസ് എ നടൻ, ഒരു ജോബ് നമ്മൾ ചെയ്യുമ്പോൾ ആ ജോബ് വൃത്തിയായിട്ട് ചെയ്ത് തീർത്തിട്ട് വീണ്ടും പിന്നെ ഞാൻ നടനാവുമ്പോൾ ഇനി ഇത് ഞാൻ നടനായിട്ട് ഇത് എങ്ങനെ ഞാൻ ബലിപ്പിക്കുമെന്ന് ആലോചിക്കും. അങ്ങനെയാണ് ഞാൻ ബ്രെയിനിൽ ഫംഗ്ഷൻ ചെയ്ത് പോയത്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബയസ്ഡ് ആയിട്ട് എന്റെ ചേഷ്ടകൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ എഴുതും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഈ ജോലി വേണ്ട എന്ന് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുവാണല്ലോ ഇത് സിനിമയ്ക്ക് ഇറങ്ങാൻ വേണ്ടി? ജോലി വേണ്ടെന്നല്ല, ജോലി രാജിവെച്ചിട്ട്, അതാണ് ജോലി വേണ്ട, അത് രാജിവെച്ചിറങ്ങാം. അപ്പം എന്തായിരുന്നു മനസ്സിൽ, ഇനി എങ്ങനെ എത്തും? കുടുംബത്തിൽ പൈസ ഉണ്ടല്ലേ? അങ്ങനെ പൈസയില്ല. അരി ഞാൻ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് സർക്കാർ ജോലി കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ടുള്ള പെൻഷനിൽ ജീവിച്ചോളും, പെൻഷനിൽ ജീവിച്ചോളും ഉറപ്പുണ്ട് നമുക്ക്. പെൻഷൻ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാന്നല്ല കേട്ടോ, ഉത്തരവാദിത്തങ്ങൾ ഉറപ്പായിട്ട് ചില സമയത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ പോലും അത് നമുക്കൊരു കുഷനാണ്. എനിക്ക് കിട്ടിയ ലക്ഷറി അതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു ജോലി പോയി പാർട്ട് ടൈം ചെയ്ത് എനിക്ക് വീട് അരി വാങ്ങേണ്ട അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് അതൊരു കുഷൻ തന്നെയാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ആ ലക്ഷറി ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഓടാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും ദൂരം ഓടാൻ പറ്റിയെന്നിരിക്കില്ല. ഇപ്പൊ നഹാസിന്റെ ഒക്കെ RDX ഞാൻ കേട്ടിട്ടുണ്ട്. 8 വർഷം അവൻ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് തലവേദന എടുത്തിട്ടുണ്ട്. അവൻ ജ്യൂസ് അടിക്കാൻ പോയിട്ടുണ്ട്. നാസ് ഇഷ്ടമല്ല, നാസിനെ എനിക്ക് എന്റെ സുഹൃത്താണ്. അപ്പൊ അത്രയും സ്ട്രഗിൾ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറയും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എമ്പതൈസ് ചെയ്യാൻ പറ്റും. എന്നാലും ഇല്ല നല്ല നമ്മുടെ സ്ട്രഗിൾ വേണ്ട എന്ന് തോന്നി എപ്പോഴെങ്കിലും? ചില രാത്രികളൊക്കെ നമുക്ക് കിട്ടുന്ന റിജക്ഷനും ചില പ്രൊഡക്ഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ചില സ്വീകരണമൊക്കെ പലപ്പോഴും നമ്മളെ ഭയങ്കര തളർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാന് മറ്റേ ഇപ്പൊ ഓണാവെന്ന് പറഞ്ഞിട്ട് മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് കയറി എറണാകുളം വരും. രാവിലെ ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ചിലപ്പോ ഓഫ് ആക്കും. നമ്മൾ പറയും ചിലപ്പോ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കിട്ടിയിട്ട് ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചു തരാറുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഷൂട്ടിനിടയ്ക്ക് പോലും എനിക്ക് തോന്നുന്ന ഒരു ദിവസം ഞാൻ കരഞ്ഞിട്ട് അപ്രസവിച്ചിരിക്കേണ്ട വന്നിട്ടുണ്ട്. ജീവിതത്തിൽ കരഞ്ഞു, സിനിമയില് ചിരിക്കേണ്ട വന്നു. അതായത് പടത്തിന്റെ ഷൂട്ടിലും പടത്തിന്റെ ഷൂട്ടിൽ നമ്മൾ തന്നെയാണ് ഇതിനകത്ത് പ്രൊഡക്ഷനും പരിപാടിയിലൊക്കെ നമ്മൾ അതിനെ പണിയെടുക്കണം. കാരണം ചെറിയ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പരിപാടി എല്ലാം അറേഞ്ച് ചെയ്യേണ്ടിയിരിക്കും. വേറൊരു കാര്യം, പലപ്പോഴും ഞാൻ ശേഷയോട് ആസ് എ കോ ആക്ടർ, എന്റെ ഒരു പ്രൊഫഷണൽ കോ ആക്ടർ ആണ്, ശേഷ അതെല്ലാം മറന്ന് പണിയെടുക്കുമ്പോ അതിന്റെ റെസ്പെക്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹീറോ ആണ്, ഇത് എഴുതിയതാണ്, അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു വെയിറ്റ് വെക്കാനെല്ലാം പറയുന്നത്. പക്ഷെ യു ഡിസേർവ് ദാറ്റ് മച്ച്. ശേഷം എല്ലാത്തിനും ഇറങ്ങും. അവിടെ ഒന്നില്ലെങ്കിൽ അവിടെ ഓടാനുണ്ടാവും ഫസ്റ്റ് ആയിട്ട് ഒരാള്. അപ്പൊ ഷൂട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഡൗൺ ടൈം വേണം. നമുക്ക് നൈറ്റ് ആയിരുന്നു മിക്കതും, ആകെ കിട്ടുന്ന ഒരു 4-5 മണിക്കൂർ ഉറങ്ങാൻ. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് ടൈം, പക്ഷെ അതല്ല റീറൈറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവും. ഇവരെല്ലാരും ഫ്രണ്ട്സ് ആവുന്നോണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യാം. ഫ്രണ്ട്സ് ആണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കയറി വരുന്നത്. എന്നാലും എടാ നീയാണോ ഇതെന്നോട്, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തു. അതൊക്കെ വരുമ്പോ ഞാൻ ഇതിലൊരു പ്രൊഫഷണൽ ആണ്, ഞാൻ ഇതിൽ വന്നു, എനിക്ക് ആ ഒരു ആർട്ടിസ്റ്റ് പരിപാടി പിടിക്കാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ശർഷയ്ക്ക് അത് പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഫ്രണ്ട്സൊക്കെ വിട്, ഇത് കഴിഞ്ഞ് ഇനി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ മെന്റലി, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പല സമയത്തും അത് ശേഷം ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുത്തു. ഹി പുഷ്ഡ് ഹിംസെൽഫ് ടു മച്ച്. അപ്പോഴും ആങ്സൈറ്റി അല്ലെങ്കിൽ അതൊന്നും നമ്മൾ അത്ര സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. പക്ഷെ ഇത് എന്താണ്, ഛർദ്ദിക്കാൻ വരുന്ന അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വരുന്ന അത്രയും സ്ട്രെസ്സും ആരും ഇത് എന്താ പറയാ. ഞാനിപ്പോ കർണൻ ഉള്ള സിനിമയ്ക്ക് അഭിനയിച്ചു കഴിഞ്ഞ് എന്റെ ഇപ്പോഴത്തെ ഐഡിയോളജി ഫിലിം മാത്രമല്ല, ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സുഖം പിടിച്ച് ചെയ്യുന്നല്ല, പക്ഷെ നമ്മളൊരിക്കലും ടോർച്ചർ അനുഭവിച്ച ഒരു പടം ചെയ്യരുത്.
അതാണ് എൻ്റെ ഒരു വിശ്വാസം. എപ്പോഴും ഞാൻ ശേഷിയോട് പറയും, നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പൊ ശേഷി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇല്ല. എപ്പോഴും അല്ലല്ല ഗൗരി അല്ല എല്ലാം ചെയ്ത്, ഞാൻ പറഞ്ഞു അല്ല, ശേഷിയല്ലേ ക്രിയേഷൻ. നമ്മളെല്ലാവരും ഇൻഡിസ്പെൻസിബിൾ ആണ്. നമ്മളില്ലെങ്കിൽ എല്ലാവരും വേണം. അല്ലാതെ അയ്യോ ഇവര് ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക. പക്ഷെ എനിക്ക് അതിനകത്ത് വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോഴേ അതില് നമ്മൾ റിലൻലെസ് ആയിട്ട് നമ്മൾ അത്ര എഫർട്ട് ഇട്ടാലേ അത് സക്സസ് ആവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ശേഷിയുടെ അഭിനയത്തിൽ എവിടേക്കോ ബാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ബാധിച്ചിരിക്കാം. പക്ഷെ അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഈ പ്രൊജക്ട് ഈ പരിപാടിയിൽ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ പരിപാടി ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ ആ സമയത്ത് നമ്മുടെ ഫുഡും ഹെൽത്തും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ കോംപ്രമൈസ് ആയല്ലോ എന്നാണ്. അത് ശരിയല്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ പ്രൊഡക്ഷനിലും കാര്യങ്ങളും നിൽക്കുമ്പോൾ അഭിനയിക്കാൻ പറ്റുമ്പോൾ നമുക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടാവും. അതും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് നമ്മൾ പ്രൊഡ്യൂസർ ആകാം. അല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ എല്ലാം സംഭവിച്ചു. ഇതുപോലെ ഷൂട്ടിന്റെ ഇടയ്ക്ക് എന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി. അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി, എനിക്ക് ഇമോഷണലി പോയി. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു 2 സീൻ ചെയ്തിട്ട് എനിക്ക് പോകേണ്ടി വന്നു. ഷൂട്ട് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പക്ഷെ എന്നാലും ഞാൻ പറയുക, എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതില് ഇവന്റെ പ്രഷർ ഞാനും കാണാറുണ്ട്. അത് എനിക്കും ചിലപ്പോൾ പറ്റാറുണ്ട്. ഇവൻ പ്രൊഡക്ഷൻ എനിക്ക് കിട്ടും. അല്ല വി ഓൾ നോ. അല്ല നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ആക്സിഡന്റ് വന്നു. ഞാൻ രാവിലെ ഷോട്ട് നിൽക്കുമ്പോ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ ആക്സിഡന്റ് ആയി. എനിക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ 2 സീനുണ്ട്, 2 സീൻ ചെയ്തു, പെട്ടെന്ന് പോയി. സോ ജേർണിയിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ പ്രഷർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് സമയമില്ല, ഈ സ്ഥലം മറ്റേ 9 മണി വരെ ഉള്ളൂ, ഇത് തീർന്നു പോകും, അടുത്ത ഷോട്ട് എടുക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോ ഇവൻ ഇപ്പൊ നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ടേക്ക് പോയി കഴിഞ്ഞാൽ നീ അഭിനയിക്കുന്നത് ശരിയാകുന്നില്ല ഇവരെയൊക്കെ അല്ല അതാ ഗൗരി പറഞ്ഞ, അത് സുഹൃത്ത് പോലെ ആവുമ്പോഴാണ് ഈ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അല്ല അല്ല ആ ഒരു സാധനം ഗൗരി സൂചിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുഹൃത്തുക്കൾ ചേരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. പക്ഷെ അത് അഭിനയത്തിനെ ബാധിക്കുമോ എന്നൊരു സംശയമാണ് ഗൗരി മുന്നോട്ട് വരുന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആ ഒരു മൊമെന്റിൽ ശേഷക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ പറയാണ്. അല്ല കൃത്യമാണ് പറയാറ്. പക്ഷെ വേറെ ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് നിങ്ങളുടെ ഒരു. ഞാൻ ഈ സിനിമ കണ്ടത് അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ഒരു സിനിമ കാണുന്ന പോലെ ഞാൻ ഇത് കാണുന്നത്. ഒരു സിനിമ കാണുന്ന വ്യൂവിലാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിന്റെ ഒരു വലിപ്പം അങ്ങനെയാണ് ഗൗരി ചൂണ്ടിക്കാട്ടിയത്. അത്രയും നിങ്ങൾ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തു വലയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സിനിമയാകുമ്പോൾ അതിന്റെ ഒരു പോരായ്മ ഉണ്ടാവും. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പോരായ്മ ആവുകയില്ല. അവിടെ ഉണ്ടാകുന്ന പോരായ്മയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ അതിന്റെ വലിപ്പമുണ്ട്. നമ്മുടെ സിനിമയ്ക്ക് നമ്മുടെ വലിപ്പമുണ്ട്. അത് പറയുമ്പോൾ വേറൊരു കാര്യം, ലിറ്റിൽ മിസ് റാവുത്തർ ആണ് ഞാൻ ചെയ്തതിൽ 7 പടം എനിക്കൊരു സ്പേസ് തന്നത്. ഇൻ ദ സെൻസ് എൻ്റെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ഇവര് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവരെല്ലാരും യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഫീമെയിൽ ആക്ടർ ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യണം. അത് ചീത്തക്കാര്യം എന്നല്ല പറയണേ. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഗൗരിയുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ഇതിൽ ഉള്ള എല്ലാ മീറ്റിംഗ്സിലും ഞാനുണ്ട്. ഞങ്ങള് സൂമിലും അതിലൊക്കെ. അപ്പൊ എനിക്കൊരു എംപവേർഡ് ഫീലിംഗ് എനിക്ക് വേറെ ഫീമെയിൽ ആക്ടേഴ്സ് ഇതില് അത്ര വേറെ ആരും ഇല്ല. പക്ഷെ ഫോർ ദ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ എൻ്റെ ഒരു ഏജില് എനിക്കൊരു സേ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു ടീം വാല്യൂ ചെയ്ത് അതിനനുസരിച്ച് ഞാനും ഹാപ്പിയാണ്. എല്ലാവരും ഒരു യുണൈറ്റഡ് ആയിട്ട് ഹോൾഡ് ചെയ്ത്. ഇപ്പൊ ഇതിന്റെ ടൈറ്റിൽ ഞങ്ങള് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര തർക്കമായി. ബിക്കോസ് ശേഷയ്ക്ക് വേണ്ട ടൈറ്റിൽ എനിക്കത്, പക്ഷെ അതുകൊണ്ട് ഇല്ല, തള്ളിക്കളഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങളുടെ നേന ഹാപ്പി ആയിരിക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ. ഇപ്പൊ 5 വർഷം ആയിട്ടുള്ളൂ ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട്. പക്ഷെ എനിക്ക് വേറെ ഒരു പടവും ഈ ഒരു സ്പേസോ അല്ലെങ്കിൽ ഈ ഒരു പവറിന്ന് ഞാൻ അഹങ്കാരത്തോടല്ല പറയുന്നത്. പക്ഷെ എന്നെ തന്നെ ഒരു ഓക്കെ എനിക്കൊരു റെസ്പെക്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു ആ ഒരു ഹോൾഡ് തന്നു ഈ പടം. അല്ല അഭിപ്രായങ്ങൾ ഇവിടുത്തെ അഭിപ്രായം എല്ലാ അഭിപ്രായവും ഒന്നിച്ചെടുക്കുമ്പോഴാണല്ലോ കോൺഫ്ലിക്റ്റും കൂടുന്നത്. അതാണ് കോൺഫ്ലിക്റ്റ് കൂടും, പക്ഷെ അതിന്റെ ഗുണം കിട്ടും. ഗുണമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഗുണങ്ങൾ ഏറെയായിരിക്കും. Too many cooks spoil the broth. അത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് വേറെ കേസം ഈ സുഹൃത്തുക്കളാണെങ്കിൽ ഇതെല്ലാം ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഗൗരിക്ക് പെട്ട ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അഭിപ്രായം ഇത് പറയാൻ പറ്റില്ല ഒരിക്കലും. നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ അതിനകത്ത് ഒരാളുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ എഴുതി അത്
അത് അങ്ങനെ ചെയ്ത് നന്നായിരുന്നല്ലോ എന്ന് നമുക്ക് സുഹൃത്തിന്, പക്ഷെ അവിടെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. സ്പേസിലേക്ക് നമ്മൾ ആ ജോലി ആ തന്ന ജോലി അതെ, അതെ, ചെയ്തിട്ട് അതെ, ഇത് ആ സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും അഭിപ്രായം പറയുകയും ചെയ്യും. ചിലപ്പോൾ അതിൽ സ്പർദ്ധ ഉണ്ടാവും, പക്ഷെ അത് ഭയങ്കര ഔട്ട്പുട്ട് നല്ലതാവും. അതാണ് ഞാൻ പറയുന്നത്, അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പോ ചർച്ച ചെയ്ത് ഈ ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ, ഭീകര ചർച്ചയായിരുന്നു. ചർച്ച പണി നടക്കുന്നില്ല, ചർച്ച മാത്രം നടക്കും. അല്ല, ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരുന്നപ്പോഴും ചർച്ചയാ. ചർച്ച അപ്പൊ എന്തുമാത്രം ചർച്ചകൾ സിനിമയ്ക്ക് ഉണ്ടായി. ഇവിടെ വന്നിട്ട് നമ്മൾ ചർച്ചയിലേക്കല്ല പോയത്, സിനിമയിലേക്ക് പോകുന്നത് കൂടുതൽ ചർച്ചയിലേക്കാവും. പ്രീ പ്രൊഡക്ഷൻ 3 മാസം എന്തോ ഉണ്ടായിരുന്നില്ല, പ്രാവശ്യം തന്നെ ചർച്ചയുടെ പെരുമാറ്റം. പക്ഷെ ഞാനിങ്ങനെ അങ്ങനെ ഇപ്പൊ ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. CID മ്യൂസിയം ഈശോധനൊക്കെ അവർ ചെയ്യുന്ന സമയത്ത് ഇവര് ഭീകര ചർച്ചയും പ്രശ്നവും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്ഥിരം സിനിമകളിലുള്ള ഫോർമാറ്റുകളൊന്നും അല്ല. അത് സുഹൃത്ത് വലയത്തിൽ വർക്ക് ആവത്തുള്ളത്. ആ സുഹൃത്ത് വലയത്തിൽ മാറ്റങ്ങൾ വരും. എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ ഒരാളെടുത്ത് കേട്ട ഒരു കഥയാണ്, ജൂനിയർ മാൻഡ്രേക്ക് സിനിമയുടെ കഥയാണ്. അമ്പിളിച്ചേട്ടൻ, അമ്പിളിച്ചേട്ടനാണ് ആ തുമ്പി വെക്കുന്ന ഒരു സാധനം പറഞ്ഞത്. അമ്പിളിച്ചേട്ടന്റെ ഇതാണ്, അത് സ്ക്രിപ്റ്റിൽ പോലും ഇല്ല. അപ്പൊ ആ സുഹൃത്ത് വലയത്തിലാണ് സിനിമ. എന്നിട്ട് അമ്പിളിച്ചേട്ടൻ പറഞ്ഞ ആ തുമ്പി വെച്ചിട്ട് നീ ചൊട്ടിച്ചോ, അത് സുഹൃത്ത് വലയത്തിലുള്ളതുകൊണ്ടല്ല അമ്പിളിച്ചേട്ടൻ പറയുന്നത്. അല്ല, അമ്പിളിച്ചേട്ടൻ അവിടെ നിന്നിട്ട് അത് മാത്രം ഇട്ടിട്ട് പോകില്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടാ, എനിക്ക് ആ കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കഥ, ആ സുഹൃത്ത് വലയത്ത് അമ്പിളിച്ചേട്ടൻ ഒരു തുമ്പി ഇടുക, എന്ത് റിസ്ക് ആണ്, എത്ര സമയമാണ്, കുറെ ടേക്ക് പോയതാണ്. തുമ്പി ഒട്ടിക്കുന്നു, സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുന്നു, താക്കോണ്ടി പിടിക്കുന്നു. ആ സീൻ ആലോചിക്കുക, നമുക്ക് ഇപ്പോഴും ഓർമ്മിച്ചിട്ടില്ല. അത് അമ്പിളിച്ചേട്ടൻ തന്നെ കൈന്നിട്ടാന്ന് പറയുന്നത്. ഒരു വിശ്വാസം. ഞാൻ ഈ ഇടയ്ക്ക് കേട്ട കഥ ഇതിലേക്കൊന്ന് കൂട്ടി ഞാൻ പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും സുഹൃത്ത് വലയത്തിൽ പോകുമ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് തരും. നമ്മൾ പരിശ്രമിച്ചല്ലേ, പരിശ്രമിച്ച റിസൾട്ട് തരുമല്ലോ. ഈ പറഞ്ഞ നിങ്ങൾ സുഹൃത്ത് വലയത്തിൽ എത്തിയ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കില്ല നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ സിനിമയിലേക്ക് എത്തിയല്ല, 3-4 ഓഡിഷൻ എത്തിയെന്ന്. ഫസ്റ്റ് ചെയ്ത ഹൃദയമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ 2 പടമൊക്കെ ചെയ്തിട്ട് നമ്മുടെ പടത്തിൽ ഇവനെ റാങ്ക് ചെയ്ത് കൊന്നിട്ട് അതെ, എസ്പെഷ്യലി സുഹൃത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പരിഗണിക്കില്ല. നമ്മൾ പറയും പുറത്തുനിന്ന് ഓഡിഷൻ ചെയ്ത് പിള്ളേര് വരട്ടെ എന്ന് വെച്ചിട്ട് ഏറ്റവും ഓഡിഷൻസ് വെച്ചിട്ട് ലാസ്റ്റില് ഇവൻ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു, അവൻ നല്ല അടിപൊളിയായിരുന്നു, പിക്കു എന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും കട്ടക്ക് നിൽക്കുക. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റില് ഞങ്ങൾ തമ്മിൽ അതിന് ഡിസ്കസ് ചെയ്ത് അടി ഉണ്ടാക്കിയിട്ടാണ് ഇവനെ എടുക്കുന്നത്. അങ്ങനത്തെ അടിയില്ലാത്ത പരിപാടിയില്ലായിരുന്നു. ബേസിക്കലി ഞാൻ ഫ്രണ്ട് ആയതുകൊണ്ട് ചാൻസ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തരുമല്ലോ, അതും ഇല്ല, ഇവരായോണ്ട് ഒട്ടുമില്ല. പോട്ടെ, ഇവരായോണ്ട് എനിക്ക് ഒരു ദാക്ഷിണ്യം എനിക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇതിനെ അറിയാം. അപ്പൊ പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ടുമില്ല. ഞാൻ അത് കഴിഞ്ഞ് ഓഡിഷൻ കൊടുത്തിട്ട് പോലും അവർക്ക് ടേപ്പ് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞ് അങ്ങനെ മെയിൽ അയച്ചിട്ട് പോലും വന്നിട്ടില്ല. എനിക്കൊന്ന് 5, 6, 10 തവണയൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. അതല്ലേ 10 ഓഡിഷനൊക്കെ ചെയ്തു. കടുങ്കയാട്ടോ ചെയ്തോ? അല്ല, അത് രസമല്ല, കൊടുക്കാല്ലോ. എളുപ്പത്തിൽ കിട്ടുന്നതിൽ അല്ല, അതാണ് ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടും സിനിമയെ ബാധിക്കാൻ പാടില്ല. അല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയാണ് അല്ലെ. അത് ഫ്രണ്ട്സ് ആയാലും നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളായാലും നമ്മൾ ചെയ്യുന്നതിൽ തൃപ്തി കൊടുക്കുന്നത് നമ്മൾ ഓഡിഷൻ വഴി വന്നൊന്നും തെറ്റൊന്നുമില്ല. എത്രയോ ആളുകൾ ഓഡിഷൻ വഴി വരും. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് കാണിക്കുന്നു. എനിക്കറിയാം, ഇപ്പം ഓഡിഷൻ വന്നിട്ട് എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് നമ്മൾ തന്റെ അടുത്തോട് കാണിച്ചു തരുമല്ലേ. അങ്ങനത്തെ ചില ഡിസിഷൻസ് ഞങ്ങളുണ്ടായി. ഇപ്പൊ കാസ്റ്റിംഗ് കോള് ഞാൻ ഇന്നായി, അത് കഴിഞ്ഞ് ഞാനൊരു ഷൂട്ട് ചെയ്തു ഫോർ നോൺ ആക്ടേഴ്സ്. ഇപ്പൊ ഷേർഷാ ഒരു ഇൻഡസ്ട്രിയിൽ ലിങ്ക് ഇല്ലാത്ത ഒരാള്, ഞാനും അതെ. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു പടം എടുക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതല്ല. അപ്പൊ അങ്ങനത്തെ ചില യൂഷ്വൽ പടങ്ങളിൽ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും ഫസ്റ്റ് ടൈം എല്ലാവരും. അല്ല, ഇത്ര സിനിമകളൊക്കെ വിജയം കണ്ടിട്ടുണ്ട്, എത്രയോ സിനിമകൾ അങ്ങനെ വിജയമാണ്. നമ്മൾ ഒരിക്കലും വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുത്തില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മയുള്ള സിനിമകൾ വിജയം കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്? എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷെഡ്യൂള് ഒരു 34 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഷൂട്ടിന് ശേഷം വീണ്ടും നമ്മള് പല പാച്ച് നമ്മള് പല കളികൾ കളിച്ച് ഇല്ലാത്ത പൈസ കിട്ടി കളികളെല്ലാം 40 ദിവസം. ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം മാറ്റി വെച്ച 4 വർഷം 5 വർഷമായി എന്ന് പറയുന്നു. 4 വർഷം ഓൾമോസ്റ്റ് ആയി ടോട്ടൽ. ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചൊന്നുമല്ല, ഓട്ടം 4 വർഷമായി. ഈ സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഫുള്ളി നിൽക്കും. എത്ര പ്രൊഡ്യൂസർമാരെ സമീപിച്ചു? എനിക്ക് തോന്നുന്നു ഈസിലി ഒരു 30 പ്രൊഡ്യൂസർ, 20 to 30. ഇവിടെ ഉള്ള എല്ലാവരും കേരളത്തിലുള്ള കണ്ടപ്പോ ഒരുവിധ പ്രൊഡ്യൂസർ പോയിട്ടുണ്ട്. അത് എല്ലാവർക്കും കഥ വർക്കുമാണ്. അപ്പൊ എല്ലാവരിലും ഒന്നെങ്കിൽ വിഷ്ണുവിനെ മാറ്റണം സംവിധായകൻ, ഏതെങ്കിലും സ്റ്റാർ സംവിധായകൻ പറഞ്ഞണം, അല്ലെങ്കിൽ എന്നെ മാറ്റണം. അപ്പൊ ഈ ഒരു വലിയ പ്രൊഡ്യൂസർ ഉള്ളത്, ഭയങ്കര അടിപൊളി പ്രൊഡ്യൂസർ, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, എടാ കഥ അടിപൊളിയാണ്, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, ഇത് നിന്നെ വെച്ച് പറ്റില്ല, ഒരാളുണ്ട്, അയാളെ പറയുന്നില്ല, പുള്ളിയെ വെച്ച് ചെയ്യാം,
നിനക്ക് ഞാൻ അഡ്വാൻസ് ഇടാമെന്നും പറഞ്ഞായിരുന്നു. ഉം. അപ്പോഴും നമ്മള് അതിനു വേണ്ടി നിന്നോണ്ട് അങ്ങ് നിന്നു, ഇല്ലെങ്കിൽ നഷ്ടം നടക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ക്യാരക്ടറിനും ഇവർ അപ്രോച്ച് ചെയ്ത ചില നടിമാര് പറഞ്ഞു കഥ ഇഷ്ടായി, പക്ഷെ എന്നെ മാറ്റണം. ഒരു സ്റ്റാർ ഉണ്ട് അല്ലെങ്കിൽ ഒരു വെൽ നോൺ ആക്ടർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എന്നോട് ഇവര് ചോദിച്ചു ഗൗരി എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ ആലോചിച്ചില്ല, പക്ഷേ ഇതൊക്കെ ഞാൻ ചോദിച്ചു ഇവര് എന്തിനു ഇതൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, എന്റെ മൈൻഡ് അങ്ങനെ പോവാറില്ല, കഥയിൽ അത്ര മേ ബി ആയിരുന്നു. അപ്പൊ അത്തരം ഒരു ഒരാൾ കയറി വരണമെങ്കിൽ ആ ഒരു അല്ല, നമ്മള് നമ്മുടെ ഇരിക്കുന്ന കഥയായിട്ട് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ എവിടെ ചാൻസ് ഉണ്ട്? അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ലോ നമ്മള്. അപ്പൊ അതിന് അല്ല, ഇവരെല്ലാം ബിസിനസ് ആണല്ലോ, സിനിമ ബിസിനസ്സും കൂടെയാണ്. നമ്മൾ അവരെയും കുറ്റം പറയാൻ നമ്മൾ ഒരിക്കലും അവരെയും കുറ്റം പറയില്ല, പ്രൊഡ്യൂസർമാരെയും കുറ്റം പറയില്ല. പറയാനില്ല. പക്ഷെ ഇത് നമ്മളങ്ങ് ഇറങ്ങി, നമ്മൾ പ്രൊജക്ട് ഉണ്ടാക്കി, നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ കളികൾ അല്ലേ? വിജയിക്കുമ്പോഴാണ്, വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇനി ഓപ്പർച്യൂണിറ്റി ഗ്രൗണ്ടിലോട്ട് നമുക്ക് ഇറങ്ങാൻ. അന്ന് പറഞ്ഞവരൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കഥയുണ്ടോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് ഈ സിനിമ എത്തട്ടെ. പക്ഷെ ഒരു കാര്യം, ഇപ്പം പടം ചെയ്തു, നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആയിരുന്നു. ഈ പടം വിജയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്ന് എനിക്ക് എവിടെയോ തോന്നാറുണ്ട്. അതെനിക്കൊന്ന് ശേഷം ഡിസഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു സക്സസ് ഓഫ് ദ മൂവി മാത്രമല്ലല്ലോ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചിലപ്പോ പേടിയുണ്ട്, നമ്മൾ ഇത്ര പാഷനറ്റ് ആയിട്ട് ചെയ്തോണ്ട് എങ്ങാനും നമുക്ക് പറയാൻ പറ്റും. അതെ, അത് ആ പടം വർക്ക് ആയില്ലെങ്കിൽ എല്ലാവരും തളരരുത് എന്ന് കൂടെ ഞാൻ പറയാറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് ആണ്, എന്തും ആവാം, എന്തും നടക്കാം, നമുക്ക് നമ്മുടെ കയ്യിലല്ല പലതും. നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആണ്, ഇറ്റ് വിൽ കം ബാക്ക് ടു അസ്. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ ഒരു ഹിഡൻ ജെം ആയിട്ട്, ഇപ്പോൾ അൻവേഷകം ഒക്കെ വന്നപ്പോ ആർക്കും ഇഷ്ടാവാത്ത പടമായിരുന്നു കമേഴ്ഷ്യലി ഒന്നും, പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി സംസാരിച്ച് വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിഡൻ ജെം ആയാലും നമ്മളൊരിക്കലും മറ്റേ ബിസിനസ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആരും നമ്മൾ ക്രിയേറ്റീവ്ലി ഡിഫീറ്റഡ് ആവരുത് എന്ന് ഇവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. എന്നോടും ഇതൊരു റിമൈൻഡറാണ്. സ്വയം നമ്മളും പറയുന്ന മനസ്സിനെ പഠിപ്പിക്കുകയാണ്, പാകപ്പെടുത്തി എടുക്കുകയാണ് മനസ്സിനല്ലേ. അത് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കാവൂ എന്നാണ് പറഞ്ഞത്. ഇതല്ലെങ്കിൽ അടുത്ത എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ നീങ്ങുക. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അത് തിരിച്ചു ഞാൻ എടുക്കുമെന്ന്. അല്ല, അതെ, എനിക്ക് ഞാൻ ഒരു അഭിമുഖം എടുക്കാൻ ഇരിക്കുവല്ല കേട്ടോ, എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെ തോന്നിയാണ്. നമ്മുടെ ഒരു യാത്രയെ കുറിച്ചാണ് സംസാരിച്ചത്. ആ യാത്ര കേൾക്കും തോറും എനിക്ക് അവസാനിപ്പിക്കാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് നോക്കാന്നേ, എപ്പോഴും നല്ല പ്രേക്ഷകരാണ് ഇവിടുത്തെ. കേരളത്തിലെ മലയാളി പ്രേക്ഷകർ എന്ന് വെച്ചാൽ വലിയ പ്രേക്ഷകരാണ്. അവർക്ക് കൃത്യമായിട്ട് മാർക്കിടാൻ അറിയാൻ സിനിമയ്ക്ക്. അത് ഏത് റിവ്യൂ എത്ര മോശമായിട്ട് പറഞ്ഞാലും പ്രേക്ഷകർക്ക് അതിന്റെ കാര്യം അറിയാം. സിനിമ നല്ലതാണ്, വിജയിപ്പിക്കാൻ. നമ്മൾ കണ്ട പടങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ, കണ്ട പടങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് എത്തും. 10 പാട്ടുകൾ, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. 10 ഗാനങ്ങൾ, 10 മനസ്സിൽ ഇണങ്ങുന്ന പാട്ടുകളായിരിക്കുമല്ലോ. മ്യൂസിക് ആരാന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും സോങ്ങുകൾ. കൂടുതൽ സോങ്ങുകളും എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, ഈ സിറ്റുവേഷന് വേണ്ടി മാത്രം ഒപ്പിച്ചാണല്ലോ, നമുക്ക് പാട്ടിന് വേണ്ടി മാത്രം എടുത്താണോ? നമ്മൾ അങ്ങനെ പരിപാടി ഇതിനകത്തില്ല, സിറ്റുവേഷന് വേണ്ടി എന്നുള്ള പരിപാടിയേ ഇല്ല. എല്ലാം നമുക്ക് ട്രൂ ആയിട്ട് തോന്നുന്നു മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഷാബാസിക്ക പാടിയ പാട്ടുണ്ട്, എല്ലാം പല പല റേഞ്ചാണ്. പിന്നെ ബെന്നി ദയൽ പാടിയ പാട്ട്, പ്രദീപ് കുമാർ ചിന്മയ് 96-ലെ ഫേമസ് കോമഡി, അങ്ങനെ എല്ലാ ഓപ്ഷൻസ് ഇതിനകത്ത് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കയ്യിലുള്ള എല്ലാം BGMസും ഭയങ്കര, ഇവര് ഭയങ്കര വർക്ക്. പാവം ഗോവിന്ദേട്ടന് കുറച്ച് കഷ്ടപ്പെടുത്തി എന്ന് വെച്ചാൽ ഗോവിന്ദേട്ടൻ അത്ര യങ്ങും കോപ്പറേറ്റീവും ചില്ലായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഒരു വട്ട് അതിലോട്ടൊക്കെ ഇരുന്ന് ഭയങ്കര പേഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു പടം തന്നെയാണ്. ഇത്രയും പുള്ളി ഒരു സിനിമയ്ക്കും ചെയ്തിട്ടില്ല പുള്ളി റീവർക്സും അത്രയും പുള്ളിയെ കൊണ്ട് പണിയെടുത്തു ചെയ്യുന്ന എല്ലാരും കൊണ്ട് പണിയെടുപ്പിച്ചോ അല്ലെ. പണിയുടെ കാര്യത്തിൽ നമുക്ക് കുറവില്ല. ഈ ഡയറക്ടർ എങ്ങനെയാണ് കയ്യിലെത്തുന്നത്? പുള്ളി എന്റെ സുഹൃത്താണ്, വിഷ്ണുദേവ്. അപ്പൊ ഞാനിത് ആദ്യം, എനിക്ക് ആ ഒരു തിരക്കഥാകൃത്താണോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനൊരു കഥ എഴുതും, ഇത് ഞാൻ അവന് വായിക്കാൻ കൊടുക്കുന്നു. അപ്പൊ വായിക്കണോടാ എനിക്കിത് സംവിധാനം വേണം, ഞാൻ അതിന് ഓടാനുള്ള കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അവനങ്ങ് ഇറങ്ങായിരുന്നു. അങ്ങനെ അവനും ഞാനും കൂടെ പിന്നെ അങ്ങ് ബിൽഡ് ചെയ്ത് പിന്നെ ഞങ്ങളൊരു ഓട്ടമാണ്. അപ്പൊ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ പറഞ്ഞില്ല, പ്രൊഡ്യൂസേഴ്സിനും പല ഇതാണ്. ഒരാൾക്ക് ഒന്നെങ്കിൽ പറയും ഇവനെ മാറ്റണം, അല്ലെങ്കിൽ എന്നെ മാറ്റണം. ഇങ്ങനെ ഇത് ഞങ്ങൾ അങ്ങ് അറ്റം വരെ അങ്ങ് പോകാന്ന് വിചാരിച്ചൊക്കെ പോയാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതാണ് അതിന്റെ യാത്ര. വിഷ്ണു തിങ്കളാഴ്ച നിശ്ചയം പത്മിനിയിലൊക്കെ
അസോസിയേറ്റ് അതിന്റെ ആയിട്ട് ചീഫായിരുന്നു പത്മിനിയുടെ. എനിക്കറിയാം, വിഷ്ണു എനിക്കറിയാം, എന്ന് വന്നപ്പോഴും സംസാരിച്ചിരുന്നു. ഗൗരിയുടെ അച്ഛനും ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ നിന്നൊക്കെ ഒപ്പിച്ചു? അച്ഛനോട് സംസാരിച്ചു. അല്ല, അച്ഛനോട് ഇതൊന്നും സംസാരിച്ചിട്ടില്ല. ആ, okay. എനിക്ക് ഈ സിനിമയിൽ അച്ഛനെ കണ്ടപ്പോ അച്ഛൻ ഇതിനകത്ത് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അച്ഛനുണ്ട്, അമ്മയും ഉണ്ട്. അമ്മയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അച്ഛനെ ഫോണിൽ. അച്ഛനെ ഇതിനകത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി, ശരിക്കും അല്ലേ? അത് പറയണം. ആക്ച്വലി അച്ഛൻ ഇപ്പൊ ഞാൻ ഇന്നായ പോലെ തന്നെ അച്ഛനും ഇന്ന. ഇപ്പം ചിലപ്പോഴൊക്കെ വീട്ടില് അമ്മയും ചേട്ടനും പറയും ഈ റാവുത്തറ അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇവിടെ സംസാരിക്കാൻ. എന്നുവെച്ചാൽ അതായി ചർച്ചാ വിഷയം. അത് മാത്രമേ പടത്തിനെ പറ്റി മാത്രമല്ല, ഇപ്പൊ ശേർഷ ആയാലും ശേർഷയുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ക്ലോസ് ആയി. സംഗീതിന്റെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ പോയി പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യും. ഇവരുടെ ഫാമിലി ഒക്കെ ഇൻവോൾവ് ആട്ടോ. സംഗീതിന്റെയും എന്റെ വീട്ടിലാണ് പ്രീ പ്രൊഡക്ഷൻ, ഇവരെല്ലാം വന്ന് കിടന്നുറങ്ങുന്നത്. വർക്ക്ഷോപ്പ് നടന്നത് ശേർഷയുടെ അപ്പൊ വീട്ടിലാണ്. അമ്മയ്ക്ക് നടുവിന് വേണ്ടി 10 ദിവസം ഭക്ഷണം വെച്ച് കൊടുത്തു. ഇങ്ങനെയുള്ള ഓട്ടങ്ങളാണ്. ഫണ്ടും ഇല്ലല്ലോ. അപ്പൊ നമ്മളിതിന് മാക്സിമം നമുക്ക് സംഗീതിന്റെ എഡിറ്ററിന്റെ വീട്ടിനകത്ത് ഞങ്ങൾ 5-10 ദിവസം ഒക്കെ പോയി നിന്നിട്ടുണ്ട്. അവരെയും ബുദ്ധിമുട്ടിട്ടുണ്ട്, എല്ലാരും ബുദ്ധിമുട്ടി. ഇപ്പൊ ഈ അച്ഛന്റെ കാര്യം പറഞ്ഞാൽ ഇവിടത്തെ ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ടാസ്ക് മാസ്റ്റർ ആണ്. എന്ന് വെച്ചാല് കൊറേ എന്താണ് ഇൻഎക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ കഴിവുള്ള ഇൻഎക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ അച്ഛൻ കോർപ്പറേറ്റിലായിരുന്നു. അപ്പൊ പല അപ്രോച്ചും ഒരു അങ്കിള് ഭയങ്കര കോർപ്പറേറ്റ് അപ്രോച്ച് ചെയ്ത് ഇതിവിടെ നടപ്പാവില്ല എന്നൊക്കെ പറയും. പക്ഷെ അച്ഛനെ പോലെ ഒരാൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാസ്റ്റർ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. ഞാൻ മീറ്റിംഗിലുള്ള പോലെ അച്ഛനും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഭയങ്കര ഇന്നാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് അച്ഛന്റെ. അതും ഞാൻ അച്ഛനാണ് എന്റെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നത്. എന്നാൽ പോലും അഗൈൻ ഞാൻ ഇത്ര പടങ്ങൾ ചെയ്തിട്ട് ഇന്നാവാത്ത പോലെ തന്നെ അച്ഛനും ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത് പടത്തിൽ. ഈ ഒരു മൂവിയിൽ മാത്രമാണ് ഇത്ര ഇൻവോൾവ് ആയത്. മറ്റേ പൈസ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്താൽ എന്റെ കൂടെ കഥ കേൾക്കാൻ വരുന്നു, എല്ലാ നെഗോഷിയേഷൻസ്. പക്ഷെ ഇതങ്ങനെയല്ല. ദിസ് ഈസ് സംതിങ് എൽസ്. അച്ഛനും ഒത്തിരി ടെൻഷൻ അടിച്ചു. എല്ലാ പേരൻസും ടെൻഷൻ അടിച്ചു. അച്ഛനൊരു അച്ഛനായിട്ട് ഇവരെയൊക്കെ നോക്കി. ശേഷം പറയും ഇതെന്താ ഗോവിന്ദ് എന്റെ ചേട്ടനോട് ഗോവിന്ദനോട് സംസാരിക്കുന്ന പോലെയാണല്ലോ, സ്വന്തം മോനെ പോലെ. ശേഷം എന്താ കഴിച്ചോ, അതൊക്കെ പിന്നെ കഴിക്കാതെയോ. അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു എല്ലാവരും ഒരേപോലെ നോക്കിയ ഒരു സിനിമ. നമ്മുടെ കുഞ്ഞിന്റെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ നോക്കിയിരുന്ന ഒരു സിനിമയാണ് അത്. കൈയും കാലും വളർന്നു, മുടിയും വെച്ചിട്ടുണ്ട്. ഇക്കയോടും പറയണം ഈ ഒരു കൊടയുണ്ട്. ആ കൊടയിൽ കാണുന്ന പോലെ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആ വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഗൗരിനെ ഇങ്ങനെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. എപ്പോഴും ഞങ്ങൾ സിനിമ കഥകളും പറഞ്ഞ് അതിന്റെ ക്യാരക്ടറും പറഞ്ഞുകൊണ്ട് ഗൗരിയെ വേറെ ലെവലിലേക്ക് എനിക്കൊന്ന് കാണാൻ പറ്റി. അപ്പം ഇക്കയോടും താങ്ക് യു പറയണം. പക്ഷെ ഇങ്ങനൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തു, പക്ഷെ ഇക്കയോടൊരു എന്താ പറയാ ഹാർട്ട് ടു ഹാർട്ട് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നതിനും അത് ജെന്യുവൻ ആയിട്ട് ഒരു ലിസണർ ആയതിനും താങ്ക് യു.